സഹൃദയരെ, ശ്രോതാക്കളെ, സീന പള്ളിക്കരയും സംഘവും അവതരിപ്പിക്കുന്നു മാണിക്യത്തൊട്ടിൽ. കിഴക്ക് വെള്ളപൂശി, നഗരമുണർന്നു, തെരുവിത്തികൾ സജീവമായി, നാലുപാടും ചീരിപ്പായുന്ന വാഹനങ്ങൾ, വ്യവസായശാലകളിലേക്ക് പരക്കം പായുന്ന തൊഴിലാളികൾ, കലാശാലകളുടെ കവാടങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ നിലയ്ക്കാത്ത പ്രവാഹം. ചുരുക്കത്തിൽ പരിഷ്കാര ഭ്രാന്ത് പിടിച്ച അഹമ്മദ്നഗർ പട്ടണം ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ്. എവിടെ നോക്കിയാലും ഫാഷനുകളുടെ മഹാസാഗരം. പലവിധ വർണ്ണ ചേലകൾ ചാത്തി പുതുമകൾ വിടരും ഫാഷൻ കാട്ടി മാറിലടച്ചു പിടിച്ചൊരു കയ്യിൽ പുസ്തകമേന്തി തരുണികൾ ഉല്ലാസത്താൽ തെരുവുകളാകെയും ഉത്സവമായി. അതാ വരുന്നു ഒരു സംഘം തരുണിമണികൾ. ഏറ്റവും മുന്നിൽ ആ കോളേജിലെ സൗന്ദര്യ റാണിയാണ്. ഇളം നീല സാൽവാറും കമ്മീസും ധരിച്ച വെളുത്തുവെലിഞ്ഞ നല്ല മുഞ്ചുള്ള പെൺകുട്ടി. ചാത്തി തരിവളതൻ മാതമുണർത്തി അരയെന്ന പീഡയ്ക്കൊത്ത നടനങ്ങളാൽ കൽവിൽ മണിവാതിൽ തുറന്നു പൊൻകനവുകളാ. ആകാരസൗഷ്ടം പോലെ തന്നെ അവളുടെ പേരും മനോഹരമാണ്, നജ്മത്ത്. നജ്മ, നജ്മ, അതാരോ വിളിക്കുന്നു. അവൾക്കാളെ മനസ്സിലായി, ഷമീറാണ്. എന്നും അവിടെ കാത്തുനിൽക്കാറുള്ള അരോഗദൃഢഗാത്രനായ ആ ചെറുപ്പക്കാരൻ. അവൾ അറിയാതെ ആ കാലടികൾ അയാളുടെ സമീപത്തേക്ക് നീങ്ങി. എന്താ ഇത്ര താമസിച്ചത്? ഞാൻ എത്ര നേരമായി കാത്തുനിൽക്കുന്നു. ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ ഷമീർ? ബോംബെയിൽ നിന്നും ബാപ്പയുടെ കത്ത് വന്നിരിക്കുന്നു. ബാപ്പ എനിക്കൊരു പെണ്ണ് കണ്ടുവച്ചിരിക്കുന്നു. ഞാൻ ഉടനെ അങ്ങോട്ട് ചെന്നിട്ട് വേണം തീയതിയും മറ്റും നിശ്ചയിക്കാൻ. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം മാറി, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആഹാ, അത് പറഞ്ഞപ്പോഴേ നിന്റെ മുഖം മാറിയല്ലോ. ബാപ്പ എഴുതി വെച്ച് ഞാനങ്ങ് ചെയ്യാൻ പോകുകയാണോ? നജ്മ, നീ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. വേണ്ട ഷമീർ, വേണ്ട. ഞാൻ പാവമാണ്. അങ്ങയുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് ബാപ്പ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടാകും. ഷമീർ, ആ നിക്കാഹിന് സമ്മതിക്കൂ. എന്നെ മറന്നേക്കൂ ഷമീർ, എന്നെ മറന്നേക്കൂ. നജ്മ, ഇല്ല, എനിക്കിത് സാധ്യമല്ല. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. എന്താ? ഇന്ന് കൃത്യം 3 മണിക്ക് നീ ബീച്ചിൽ വരണം. എന്തിന്? ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം. ഇല്ല ഷമീർ, ഞാൻ സമ്മതിക്കില്ല. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ഇക്കാക്ക എതിർത്തുകൊണ്ട് നമുക്കൊരു ബന്ധവും വേണ്ട. നജ്മ, ഇത് കേവലം രേഖയ്ക്ക് വേണ്ടിയാണ്, ബാപ്പയെ കാണിക്കാൻ. ബാപ്പ അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിലെത്തും. ഇക്കാക്കയോട് സംസാരിക്കും. നമ്മളെ നിക്കാഹ് നടക്കും. അതുവരെ ഈ വിവരം മറ്റാരും അറിയണ്ട. ഇല്ല, എന്നെ നിർബന്ധിക്കരുത്, എന്നെ നിർബന്ധിക്കരുത്. ഷമീർ, പൊയ്ക്കൊള്ളൂ ഷമീർ. നജ്മ, അപ്പോൾ നിനക്കെന്നെ വിശ്വാസമല്ലേ? ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ ഈ ഷമീറിനെ നീ കാണില്ല. ഷമീർ! അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ അവിടെ നിന്ന് നടന്നകന്നു. സമയം സന്ധ്യയോടടുക്കുന്നു. അതാ ആ കോളേജ് ഹോസ്റ്റലിന്റെ വരാന്തയിൽ ഒരാൾ കാത്തു നിൽക്കുന്നു. നജ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി സുലേഖ. അവളുടെ ഉത്കണ്ഠ നജ്മയെക്കുറിച്ചായിരുന്നു. ഒരു നിമിഷം പോലും തന്നെ വിട്ടുപിരിയാത്ത കൂട്ടുകാരിയെ ഇന്ന് കോളേജ് വിട്ടതിന് ശേഷം കണ്ടിട്ടേയില്ല. അവൾ എവിടെ പോയതായിരിക്കും? ഗേറ്റിൽ ഒരു കാറിന്റെ ഇരമ്പൽ. സുലേഖ നോക്കുമ്പോൾ നജ്മ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. നജ്മ, നീ എവിടായിരുന്നു? ഞാൻ ലൈബ്രറിയിലുണ്ടായിരുന്നു. എടി,
നിന്റെ അടവൻ്റെ അടുത്ത് വേണ്ട. നീ എവിടെ പോയെന്നും എന്തിനു പോയെന്നും എനിക്കറിയാം. ആ ഷമീറുമായുള്ള അടുപ്പം നിനക്കാപത്താണ്. ഇല്ല സുലേഖ, ഷമീർ നല്ലവനാണ്. ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല. നജ്മ, നമ്മൾ ഗ്രാമത്തിൽ വളർന്നവരാണ്. പട്ടണത്തിന്റെ കപടത നമുക്ക് മനസ്സിലാകില്ല. ഊരും പേരും അറിയാത്ത ഒരുത്തന്റെ പുറകെ ഇറങ്ങി തിരിച്ചാൽ ഒടുവിൽ പശ്ചാത്തപിക്കേണ്ടി വരും. നീ ആലോചിച്ചു നോക്ക്. രാപകലില്ലാതെ പണിയെടുത്തല്ലേ ആ ഇക്കാക്ക നിന്നെ പഠിപ്പിക്കുന്നത്? നിന്നെക്കുറിച്ച് എന്തെല്ലാം കിനാക്കളായിരിക്കും ആ ഇക്കക്കയുടെ മനസ്സിൽ. അതെല്ലാം നീ തട്ടിത്തെറിപ്പിക്കരുത് സുലേഖ. കൂട്ടുകാരിയുടെ വാക്കുകൾ അഗ്നിശലാക പോലെ അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. കുറ്റബോധത്തിന്റെ കണ്ണുനീർ ചാലുകളായി അവളുടെ കവിളിലൂടെ ഒഴുകി. പിറ്റേന്ന് നേരം പുലർന്നു. കയ്യിലൊരു വലിയ പൊതിക്കെട്ടുമായി അതാ വരുന്നു ഒരു നാട്ടുപുറത്തുകാരൻ. നജ്മയുടെ ഇക്കാക്ക അൻവർ. പ്രാണന്റെ പ്രാണനാണെന്നും അവൾക്ക് സോദരൻ സ്നേഹസ്വരൂപനാണ്. ആ മുഖം കാണുവാൻ, ആ സ്വരം കേൾക്കുവാൻ ആകാംക്ഷയോടവൾ കാത്തിരിക്കും, ആകാംക്ഷയോടവൾ കാത്തിരിക്കും. നജ്മ, മോളെ നജ്മ. ആര് കേൾക്കാൻ? അപ്പോഴോടെ എഴുന്നേറ്റിട്ടില്ല. നജ്മ, എടി നജ്മ, ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. നിന്റെ ഇക്കക്ക. അവൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആ ഇക്കക്കയോ? എന്താ ഈ പൊതിയിൽ? ഇതിൽ നിനക്കിഷ്ടമുള്ള എല്ലാ പലഹാരമുണ്ട്. അച്ചപ്പം, നെയ്യപ്പം, കുഴലപ്പം എല്ലാം. ഇതുണ്ടാക്കി തന്നാരാണെന്ന് അറിയണ്ടേ? നമ്മുടെ തെക്കേ വീട്ടിലെ ബീവിത്ത. ഇത് തിന്നുമ്പോ നീ ബീവിത്തായ പ്രത്യേകം ഓർക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇക്കക്ക ഇരിക്ക്, ചായ കൊണ്ടുവരാം. വേണ്ട മോളെ, നിന്നെ കണ്ടപ്പോഴേ ഇക്കക്കന്റെ വയറ് നിറഞ്ഞു. അതിരിക്കട്ടെ, എന്താ നിന്റെ മുഖത്തൊരു ബാട്ടം? ഒന്നുമില്ല മോളെ, നന്നായിട്ട് പഠിക്കണം. നീ പഠിച്ച് പഠിച്ച് വലിയൊരു ഉദ്യോഗക്കാരിയാകണം എന്നാ ഇക്കക്കന്റെ മോഹം. ആ, അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഇത് കഴിക്ക്. ഞമ്മളിറങ്ങട്ടെ. ഇരിക്കക്ക, പിന്നെ പോകാം. മോളെ, ഗ്രാമത്തിലേക്ക് ആകെ ഉള്ളതൊരു ബസ്സാ. മിനിറ്റ് തെറ്റി അത് കിട്ടൂല. അതുകൊണ്ട് ഇക്കക്ക ഇറങ്ങട്ടെ. സഹോദരിയെ കൺകുളിർക്ക കണ്ടിട്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു. അയാൾ ഒരു വലിയ മനുഷ്യനാണ്. സ്വന്തം ജീവിതം സഹോദരിക്ക് വേണ്ടി ബലിയർപ്പിച്ച ഒരു വിശാല മനസ്സിന്റെ ഉടമ. 13 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ കുടുംബത്തിന്റെ ഭാരം. ഇന്ന് വരെ അതിൽ നിന്നും അയാൾക്ക് മോചനം ലഭിച്ചിട്ടില്ല. കാലത്തിൻ കൈകളിൽ വീണു തകർന്നു പോയി ബാല്യവും കൗമാര സ്വപ്നങ്ങളും. നൊമ്പരം തീർത്തൊരാ ജീവിത പാതയിൽ ഭാവി സങ്കൽപ്പങ്ങൾ വീണടിഞ്ഞു, ഭാവി സങ്കൽപ്പങ്ങൾ വീണടിഞ്ഞു. അൻവറിന്റെ സ്വപ്നങ്ങൾ തകർത്ത ആ ദുർദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും അയാൾക്ക് ഭീതിയാണ്. പ്രകൃതി സംഹാരതാണ്ഡവമാടുന്നൊരു രാത്രി. പേമാരിയും കൊടുങ്കാറ്റും അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. കൂറ്റൻ പാറക്കെട്ടുകൾ പൊട്ടിത്തകർന്നു. വൻമരങ്ങൾ കടപുഴകി വീണു. അലറി പാഞ്ഞു വരുന്ന കരിങ്കൽ കൂമ്പാരങ്ങൾ താഴ്വരയിലെ കുടിലുകൾ വിഴുങ്ങി. വിലപ്പെട്ട പല ജീവിതങ്ങളും തകർന്നു. നേരം വെളുത്തപ്പോൾ പാതി തകർന്ന മൺകൂനകൾക്കിടയിൽ അതാ മരിച്ചു കിടക്കുന്നു തന്റെ ഉമ്മയും ബാപ്പയും. മോളെ, നമ്മൾ ഉമ്മയും ബാപ്പയും പോയി മോളെ, നമ്മൾ ഉമ്മയും ബാപ്പയും പോയി മോളെ. 6 വയസ്സുകാരി നജ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ തേങ്ങി തേങ്ങി കരഞ്ഞു. അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ചെറുപ്പത്തിലെ അയാൾ ഏറ്റെടുക്കേണ്ടി വന്നു. ജീവിക്കാൻ വേണ്ടി എന്ത് തൊഴിലും ചെയ്തു. കഷ്ടപ്പെട്ട് പണിയെടുത്തു. കൊച്ചു പെങ്ങളെ പഠിപ്പിച്ചു. ഒടുവിൽ കോളേജ് വരെ എത്തിച്ചു. അതോർക്കുമ്പോഴൊക്കെ അഭിമാനം കൊണ്ട് അയാളുടെ ശിരസ്സുയരും. അതാ ഗ്രാമത്തിലേക്കുള്ള വണ്ടി വന്നു കഴിഞ്ഞു. ചിന്തയിൽ നിന്നുണർന്ന് അയാൾ വണ്ടിയിലേക്ക് കയറി. ഒരാഴ്ച കഴിഞ്ഞു. കോളേജിൽ നിന്ന് മടങ്ങിയെത്തിയ നജ്മയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത മ്ലാനത. നജ്മ,
നിനക്കെന്തു പറ്റി? ഓ, കൂട്ടുകാരനെ കണ്ടില്ലായിരിക്കും. അതെ സുലേഖ, 2 ദിവസമായി ഷമീറിനെ കാണുന്നില്ല. എങ്ങോട്ട് പോയി അന്വേഷിച്ചില്ലേ? ഇല്ല. എന്നാൽ ഞാൻ പറയാം, ഷമീർ പോലീസ് കസ്റ്റഡിയിലാണ്. സുലേഖ, എടി, അയാൾ ബോംബെയിൽ ഒരു പിടികിട്ട പുള്ളിയാണ്. ഇവിടെ ഒളിവിൽ താമസിക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളെ വഞ്ചിച്ച് അന്യനാടുകൾ കൊണ്ടുപോയി വിൽക്കാനാണ് തൊഴിൽ. പല കൊലക്കേസിലും ഇന്ന് അയാൾ പ്രതിയാണ്. നിശ്ചലം നിന്ന് പോയി വാർത്തയും കേട്ടവൾ സർവം കറങ്ങുന്നു, കൂരിരുൾ വീശുന്നു. കണ്ണിലിരുട്ട് കയറി, കൈകാലുകൾ തലനിന്നു. വാടിത്തളർന്ന ചെന്താമര പോലെ അവൾ കട്ടിലേക്ക് വീണു. ശൂന്യതയിലേക്ക് കണ്ണുനട്ട് ഒരു മരപ്പാ പോലെ അവൾ കിടക്കുകയാണ്. ആ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാര ധാര ഒഴുകുന്നു. നിജമാ, നീ കരയുന്നോ? ഞാനിതൊക്കെ പറഞ്ഞത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ഏതായാലും ഈ ബന്ധം ഇവിടെ അവസാനിച്ചല്ലോ. അത് നിന്റെ ഭാഗ്യം. ഇല്ല സുലേഖ, ഇല്ല. ആ ദ്രോഹി എന്നെ ചതിച്ചു. എനിക്ക് ഇനി ഒരിക്കലും അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കയില്ല. നിജമാ, നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞൊരാഴ്ച മുമ്പ് അയാൾ എന്നെ രജിസ്റ്റർ വിവാഹം ചെയ്തു. നിജമാ, നീ എന്താണ് ഈ കാണിച്ചത്? എന്താ ഭ്രാന്താണ് ഈ കാണിച്ചത്? നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചോ? നിന്റെ ജീവിതത്തെ പറ്റി ആലോചിച്ചോ? നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ഇക്കാക്ക ഇതെല്ലാം അറിഞ്ഞാൽ എങ്ങനെ സഹിക്കുപടി? സുലേഖ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് മാപ്പ് തരൂ. ഞാനിനി എന്ത് ചെയ്യണം? നീ പറയൂ, ഞാനിനി എന്ത് ചെയ്യണം? ഇനി ഒരു മാർഗമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. വേണ്ട, പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. പോലീസ് സ്റ്റേഷനിൽ പോയാൽ നാട്ടുകാരറിയും, കോളേജിൽ പാട്ടാകും. എന്റെ ഇക്കാക്ക് ഇതറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കില്ല സുലേഖ, പിന്നെ ജീവിച്ചിരിക്കില്ല. നജുമ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണെന്ന് സുലേഖയ്ക്കും തോന്നി. സാന്ത്വന വാക്കുകൾ കൊണ്ട് സുലേഖ അവളെ സമാധാനിപ്പിച്ചു. ദിനരാത്രങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. കോളേജിന് അവധിയായി. നജ്മയും സുലേഖയും തങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അതാ അങ്ങകലെ സുവർണരശ്മികൾ തലോടുന്ന നേരിയ ബിന്ദു പോലെ തന്റെ കൊച്ചു ഗ്രാമം തെളിഞ്ഞു കാണാം. സ്വർണവർണ്ണ പൂക്കൾ ചൂടി കതിർമണി പൂങ്കുലകൾ ചാർത്തി വയലേലക നൃത്തമാടും ഗ്രാമം. കിളിമൊഴിപ്പൂം പാട്ടുകളിൽ തഴുകും കുളിർമാലകളിൽ ആലോലം പാടിടുന്ന ഗ്രാമം. ഒരു ചിത്രശലഭത്തിന്റെ അഭിനിവേശത്തോടെ അവൾ ആ ഗ്രാമവീഥിയിലെങ്ങും ഓടി നടന്നു. കാട്ടാറിന്റെ സംഗീതവും കാനനപ്പൂക്കളുടെ സൗന്ദര്യവും അവളുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റി. നജ്മ, നജ്മ, ആ ഇക്കാക്ക എത്തിയോ? എന്തത്ര നേരത്തെ? ഞാനുള്ളത് കൊണ്ടായിരിക്കും. അല്ല മോളെ, ഇക്കാക്ക് വല്ലാത്ത ക്ഷീണം. അവൾ നെറ്റിയിൽ കൈവച്ചു നോക്കി. ഇക്കാക്ക് പനിക്കുന്നുണ്ടല്ലോ, ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട മോളെ, ഇക്ക അല്പം കിടക്കട്ടെ. അവരക്കട്ടിൽ കിടന്നു. എന്നാൽ നേരം രാത്രിയായതോടുകൂടി അവന്റെ രോഗം മൂർച്ഛിച്ചു. പലതും പുലമ്പാൻ തുടങ്ങി. പുറത്തു കൂരിരുട്ട്. അവൾ ആലോചിച്ചു, പടച്ചോനെ, ഞാൻ എന്ത് ചെയ്യും? അവൾ ആ ഇരുട്ട് വഹിക്കാതെ അയൽവക്കത്തെ വീട്ടിലേക്ക് ഓടി. അയൽവാസിയെ കൂട്ടിക്കൊണ്ടുവന്നു. നജ്മ, ബേജാറാവണ്ട. ഇവിടെ അടുത്തൊരു മെഡിക്കൽ ക്യാമ്പുണ്ട്. അവിടെ ഡോക്ടർമാരുണ്ടാകും. നമുക്ക് കൂട്ടിട്ട് വരാം. അവൾ അയൽവാസിയോടൊപ്പം ആ മെഡിക്കൽ ക്യാമ്പിലെത്തി. ഒരു മുറിയിൽ മാത്രം വെളിച്ചം കാണുന്നുണ്ട്. അവൾ അങ്ങോട്ട് നടന്നെടുത്തു. വാതിൽക്കൽ എഴുതി വെച്ച ബോർഡ് വായിച്ചു. ഡോക്ടർ സിദ്ദീഖ്, MD, പ്രൊഫസർ, മെഡിക്കൽ കോളേജ്. അവൾ ആ വാതിൽ മുട്ടി. ഡോക്ടർ, ഡോക്ടർ. നിമിഷങ്ങൾക്കകം ആ വാതിൽ തുറക്കപ്പെട്ടു. അതാ നിൽക്കുന്നു സുമുഖനായൊരു ചെറുപ്പക്കാരൻ, ഡോക്ടർ സിദ്ദീഖ്. 30-നോടടുത്ത പ്രായം. എന്താ, എന്തു വേണം? ഡോക്ടർ,
എന്റെ ഇക്കായ്ക്ക് തീരെ സുഖമില്ല. വീട് വരെ ഒന്ന് വരണം. ശരി, ഉടനെ വരാം. അയലകത്ത് പോയി മെഡിക്കൽ ബാഗുമായി എത്തിക്കഴിഞ്ഞു. ഗ്യാരേജിൽ നിന്നും കാർ ഇറക്കി. അവരെയും കാറിൽ കയറ്റി അൻവറിന്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. നിമിഷങ്ങൾക്കകം ആ കാർ വീട്ടുമുറ്റത്തെത്തി. അപ്പോഴും അൻവർ വേദന കൊണ്ട് പിടയുകയാണ്. ഡോക്ടർ സൂക്ഷ്മമായി പരിശോധിച്ചു. ആവശ്യമുള്ള മരുന്നുകൾ കൊടുത്തു. കുട്ടി, ഭയപ്പെടാനൊന്നുമില്ല. നിന്റെ ഇക്കാക്ക് അല്പം വിശ്രമിക്കട്ടെ. ബൈ ദ ബൈ, എന്താ കുട്ടിയുടെ പേര്? നജുമ. നജുമ, ഈ മരുന്നുകളൊക്കെ കൃത്യമായി കൊടുക്കണം. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ എന്നെ ഉടനെ വിവരമറിയിക്കണം. ഡോക്ടർ, ഈ ഉപകാരം ഞങ്ങൾ മറക്കില്ല. ഇതാ, ഇതിരിക്കട്ടെ. ഇതെന്താ? ഇത് കുട്ടിയുടെ കാതിൽ കിടന്ന കമ്മലല്ലേ? ഇതെന്തിനാ? ഇക്കക്ക ഇന്ന് പണിക്ക് പോയിട്ട് പൈസ ഒന്നും കൊണ്ടുവന്നില്ല. ആഹാ, സാരമില്ല. ആ കമ്മല് കാതിലിട്ടോളൂ. പൈസ ഒക്കെ ഞാൻ നിന്റെ ഇക്കടയിൽ നിന്ന് വാങ്ങിക്കോളാം. ഡോക്ടർ അവിടെ ഒന്നും ഇറങ്ങി നടന്നു. പക്ഷേ നിഷ്കളങ്കയായ ആ ഗ്രാമീണ കനികയുടെ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. മധുഗീതം പൊഴിയണ കളമൊഴികൾ, മൃദുരാഗമുണർത്തും പൂക്കടമിഴികൾ, പൂന്തിങ്കളഴകൊത്ത മനമോഹിനി, കൽബിൽ പുതുമോഹമുണർത്തുന്ന അരുമപ്പൂവി, മധുഗീതം പൊഴിയണ കളമൊഴികൾ. പിറ്റേ ദിവസം ഡോക്ടർ കൃത്യസമയത്ത് അൻവറിന്റെ വീട്ടിലെത്തി. നജുമ, എങ്ങനെയിരിക്കുന്നു ഇക്കയുടെ അസുഖം? വളരെ കുറവുണ്ട്. ഇങ്ങോട്ടിരിക്കൂ. ഡോക്ടർ അൻവറിന്റെ സമീപത്തിരുന്നു. സവിസ്തരം പരിശോധിച്ചു. ഇപ്പോൾ വിശേഷമൊന്നുമില്ല. ഈ മരുന്നുകളൊക്കെ കൊടുത്താൽ മതി. നജുമ കോളേജിൽ പഠിക്കല്ലേ? ഡിഗ്രിക്കാണോ? അല്ല, PDS കഴിഞ്ഞു നിൽക്കുക. അൻവർ, കഴിഞ്ഞ ദിവസം അൻവറിന്റെ സഹോദരി എനിക്കൊരു പാരിതോഷികം തന്നു. എന്താണെന്നറിയണ്ടേ? അവളുടെ കാതിൽ കിടന്ന കമ്മൽ. ഞാനിതങ്ങ് തിരികെ കൊടുത്തു. ഡോക്ടർ, പഠിപ്പുണ്ടെങ്കിലും അവൾ അറിവില്ലാത്ത കുട്ടിയാണ്. ആര് പറഞ്ഞു അവൾക്ക് അറിവില്ലെന്ന്? അവൾ മിടിക്കല്ലേ, മിടിമിടിക്കി. നജുമ, ഞാൻ ഇറങ്ങട്ടെ? ഡോക്ടർ, ചായ കുടിച്ചിട്ട്. ശരി, ചായ കൊണ്ടുവരൂ. അല്ല, ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നുമില്ലേ? അതിന് മറുപടി പറയാതെ അവൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അതോടൊപ്പം ഹൃദയത്തിന്റെ മൂകഭാഷയിൽ 4 കണ്ണുകൾ എന്തൊക്കെയോ സംസാരിച്ചു. തങ്കക്കിനാവിന്റെ പൂമഞ്ചലിൽ താലോലമാടിയ മാനസത്തിൽ ചാരുത വർണ്ണങ്ങൾ പൂത്തുലഞ്ഞു. ആരോ മലയാളവൾ നിറഞ്ഞു നിന്നു തങ്കക്കിനാവിന്റെ പൂമഞ്ചലിൽ. അൻവറിന്റെ രോഗം ഇപ്പോൾ പൂർണ്ണമായി സുഖപ്പെട്ടു. അപ്പോൾ ഡോക്ടർ സിദ്ദീഖിന്റെ മനസ്സിൽ പുതിയൊരു രോഗം, പ്രേമം. ഇപ്പോൾ സദാസമയവും അദ്ദേഹത്തിന്റെ മനസ്സിൽ നജുമയുടെ രൂപമാണ്. മംഗല്യപ്പൂത്താലി മണിമാറിൽ ചാർത്തുവാൻ മനസ്സിൽ പൊൻകനവൊരുക്കി. അഴകേറും ദേവിക്കായി അരുമക്കിനാക്കളാൽ അരിമുല്ല പന്തലൊരുക്കി. അഴകേറും ദേവിക്കായി അരുമക്കിനാക്കളാൽ അരിമുല്ല പന്തലൊരുക്കി. അന്നൊരു പുതിയ തീരുമാനമെടുത്തുകൊണ്ടാണ് ഡോക്ടർ സിദ്ദീഖ് അൻവറിന്റെ വീട്ടിലെത്തിയത്. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം തന്റെ ഇംഗിതം അറിയിച്ചു. അൻവർ, ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്താ ഡോക്ടർ? കൂടുതൽ ആമുഖമൊന്നുമില്ലാതെ ഞാൻ ആ കാര്യം അങ്ങ് പറയാം. എനിക്ക് നജുമ ഇഷ്ടമാണ്. വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് അൻവറിന്റെ അഭിപ്രായം? നിമിഷ നേരത്തേക്ക് അയാൾ നിശ്ചേഷ്ടനായി. താൻ കേൾക്കുന്നത് സത്യമാണോ എന്ന് പോലും അയാൾ സംശയിച്ചു. അൻവർ, എന്താ മിണ്ടാത്തത്? ഡോക്ടർ, ഞങ്ങൾ പാവങ്ങളാണ്. ഇത്തരത്തിൽ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഞങ്ങൾ അർഹരല്ല. അൻവർ, പണവും പദവിയും എനിക്ക് ആവശ്യമില്ല. നഗരത്തിൽ നല്ലൊരു വീടുണ്ട്, വേണ്ടുവോളം സ്വത്തുമുണ്ട്. അതനുഭവിക്കാൻ ഞാനും ഒരു അനുജനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ആവശ്യം ഒരു ഭാര്യയാണ്.
ഒരു ഭാര്യയാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും നജ്മയിൽ ഞാൻ കാണുന്നുമുണ്ട്. അൻവർ സമ്മതിച്ചാൽ നമുക്ക് ആ നിക്കാഹ് നടത്താം. ഡോക്ടർ, എനിക്ക് സമ്മതമാണ്. മറ്റു വിവരങ്ങൾ ഞാൻ ഉടനെ അറിയിക്കാം. ആഹ്ലാദചിത്തനായി ഡോക്ടർ സിദ്ദീഖ് അവിടെ നിന്നും ഇറങ്ങി നടന്നു. മനസ്സിന്റെ മണിയറയിൽ മണമൂറും മലർവനിയിൽ മധുരക്കിനാവുകൾ തൻ അരിമുല്ലപ്പൂ വിരിഞ്ഞു, അരിമുല്ലപ്പൂ വിരിഞ്ഞു. ഈ സമയം അടുത്ത മുറിയിൽ ഈ സംഭാഷണങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നജ്മ. അവിടെ ഹൃദയം കാറ്റിലകപ്പെട്ട തോണി പോലെയായി. ഡോക്ടർ സിദ്ദീഖ് മാന്യനും നിഷ്കളങ്കനുമാണ്. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ വഞ്ചിച്ചുകൂടാ. നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് അദ്ദേഹത്തെ എങ്ങനെങ്കിലും ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. ഉറച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. അപ്പോഴതാ വരുന്നു അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി സുലേഖ. കൺഗ്രാജുലേഷൻ നജ്മ. പെണ്ണേ, നീ ഭാഗ്യവതിയാണ്. വിവരങ്ങളൊക്കെ വഴിയിൽ വെച്ച് നിന്റെ ഇക്കാക്ക പറഞ്ഞു. അല്ല, ഒരുക്കത്തിലാണല്ലോ. പുതുക്കപ്പെണ്ണ് എങ്ങോട്ടാ? ഞാൻ ഡോക്ടർ സിദ്ദീഖിനെ കാണാൻ പോകുകയാണ്. എന്തിന്? എനിക്ക് എല്ലാ വിവരങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറയണം. എങ്കിൽ മാത്രമേ എന്റെ മനസ്സിന് ആശ്വാസമാകൂ. നജ്മ, നീ അവിവേകം കാണിക്കരുത്. നീ പറയുന്നതെല്ലാം അദ്ദേഹം വിശ്വസിക്കണമെന്നില്ല. ഈ ഒറ്റ കാര്യം കൊണ്ട് ഈ നിക്കാഹ് നടക്കാതെ വന്നാൽ നിന്റെ ഇക്കാക്കെ കുറിച്ച് നീ ആലോചിച്ചേ. സുലേഖ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ പറയൂ, ഞാൻ എന്ത് ചെയ്യണം? പെണ്ണെ, ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കൂ. ഇപ്പോൾ നീ സ്വപ്നം കാണേണ്ടത് ഒരു കുടുംബജീവിതമാണ്. ഡോക്ടർ സിദ്ദീഖ് മത്തുള്ള ശോഭനമായ ജീവിതം. സൗഭാഗ്യസുന്ദരമായൊരു ജീവിതം സ്വാഗതമേകിയണഞ്ഞിടുമ്പോൾ സന്താപമല്ല മാനസഭൂഷണം സങ്കൽപ്പ സാമ്രാജ്യ സ്വപ്നമല്ലേ. സുലേഖയുടെ സാന്ത്വന വാക്കുകൾ അവളുടെ മനസ്സിന് ആശ്വാസം പകർന്നു. അവളുടെ മുഖത്ത് പുഞ്ചിരിയുടെ അരിമുല്ലപ്പൂക്കൾ വിരിഞ്ഞു. നജ്മ, ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. നിന്നോട് യാത്ര ചോദിക്കാൻ. നീ എവിടെ പോകുന്നു? എന്റെ ബാപ്പയ്ക്ക് മീററ്റിലേക്ക് സ്ഥലം മാറ്റായി. ഞങ്ങൾ ഇവിടുള്ള വീട് സ്ഥലം വിറ്റു. നാളെ തന്നെ മീററ്റിലേക്ക് പുറപ്പെടുകയാണ്. സുലേഖ, നീ എന്നെ വിട്ടു പോകേണ്ട സുലേഖ. നജ്മ, നിന്റെ നിക്കാഹിന് കൂടണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സാധിക്കില്ല. കാരണം പോകാനുള്ള തീയതി നിശ്ചയിച്ചു. നിന്നെ പലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിന്റെ ഭാവിക്ക് വേണ്ടിയാണ്, നിന്റെ നന്മയ്ക്ക് വേണ്ടി. നിന്നെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിനക്ക് ഈ കൂട്ടുകാരിയുടെ 1000 മംഗളാശംസകൾ. സുലേഖ, നജ്മ. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. അങ്ങനെ ഡോക്ടർ സിദ്ദീഖ് നജ്മയുമൊത്തുള്ള ആ വിവാഹ ദിനം സമാഗതമായി. മംഗല്യത്താളങ്ങൾ മേളങ്ങളാൽ മണിവീണമീട്ടുന്ന മാനസങ്ങൾ മാനസങ്ങൾ പരിമളമൂറും പിനാക്കൾ കണ്ട് പുളകങ്ങളായിരം പൂത്തുലഞ്ഞേ പൂത്തുലഞ്ഞേ. പരിമളമൂറും പിനാക്കൾ കണ്ട് പുളകങ്ങളായിരം പൂത്തുലഞ്ഞേ പൂത്തുലഞ്ഞേ. പുറത്ത് കാറുകളുടെ പ്രവാഹം. മണവാളനും കുട്ടിയും എത്തിക്കഴിഞ്ഞു. വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി മണവാളിനെ പന്തലിലേക്ക് അനയിച്ചു. നിക്കാഹിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു. അങ്ങനെ ആ മഹനീയ സദസ്സിന്റെ സാന്നിധ്യത്തിൽ ആ വിവാഹം സമംഗളം നടന്നു. പിന്നെ പാരദോഷ്യങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു
നിപ്പിള് മുതല് നിലക്കണ്ണാടി വരെ, കൂട്ടത്തിൽ പേരില്ലാത്ത ചില കാലിക്കവറും. എന്നാൽ നജ്മയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്റെ കൂട്ടുകാരി അയച്ച സമ്മാനമായിരുന്നു, മനോഹരമായ ഒരു മാണിക്യത്തൊട്ടിൽ. ചടങ്ങുകൾ അവസാനിച്ചു. ആ വിവാഹ ഘോഷയാത്ര മണവാളുടെ വീട്ടിലേക്ക് നീങ്ങി. ഒരാഴ്ച കഴിഞ്ഞു. അഹമ്മദ് നഗറിലെ ഡോക്ടർ സിദ്ദീഖിന്റെ ഭവനം ഇപ്പോൾ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ദിനങ്ങളാണ്. ആ ഭവനത്തിൽ നിന്നും ആഹ്ലാദത്തിന്റെയും പൊട്ടിച്ചിരിയുടെയും നാദം കേൾക്കാം. സിദ്ദീഖും നജ്മയും. പുതുക്കണമുണർന്നു, ഉലകങ്ങൾ അണിഞ്ഞു, പുതുമകൾ പൂത്തു വിടർന്നിടുന്നു, മധുമലർ വിരിഞ്ഞു, മധുരങ്ങൾ നുകർന്നു, മദനപ്പൂ മഞ്ചലിൽ മയങ്ങിടുന്നേ, പുതുജീവിതവല്ലി തളിർത്തിടുന്നേ, അകതാരിലാശകൾ കുളിരണിഞ്ഞേ, പുതുജീവിതവല്ലി തളിർത്തിടുന്നേ, അകതാരിലാശകൾ കുളിരണിഞ്ഞേ. ഒരാഴ്ച കൊണ്ട് നജ്മ ആ വീട്ടിലെ ഐശ്വര്യദേവതയായി മാറി. സിദ്ദീഖിന്റെ അനുജൻ അൻഷാദിനും ജ്യേഷ്ഠത്തെ സ്നേഹമാണ്, അതിരറ്റ ബഹുമാനമാണ്. ഒരു വലിയ കമ്പനിയിലെ ബിസിനസ് മാനേജറാണെങ്കിൽ പോലും ഏത് കാര്യത്തിലും ജ്യേഷ്ഠത്തിന്റെ ഉപദേശം തേടും. കടന്നുപോകുന്ന ഓരോ ദിവസങ്ങളും അവൾക്ക് സ്വർഗീയ മുഹൂർത്തങ്ങളായിരുന്നു. വർഷമൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ദാമ്പത്യത്തിന്റെ പൂർത്തീകരണമെന്നോണം നജ്മ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന് സലീമമോൾ എന്ന് പേരിട്ടു. സലീമമോൾ നജ്മയുടെ തനി പകർപ്പാണ്. ആ ചുരുണ്ട മുടിയും നുണക്കുഴിയുമുള്ള ഒരു കൊച്ചപ്സരസ്. അൻഷാദിനും ആ കുഞ്ഞിന് ജീവനാണ്. അവൻ ദൂരയാത്ര കഴിഞ്ഞു വരുമ്പോൾ അവൾക്ക് വിലയേറിയ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും. അവിടെ കിളിക്കൊഞ്ചലിൽ പുഞ്ചിരിയിൽ ആ വീടും പരിസരവും പുളകമണിഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിൽ തന്റെ പൊന്നോമനെ പാലൂട്ടി തൊട്ടിൽ കിടത്തി അവൾ താരാട്ടുപാടും. സലീമമോൾക്ക് ഇപ്പോൾ 2 വയസ്സ് പ്രായമായി. ഇന്ന് അവളുടെ 2ാം പിറന്നാളാണ്. സിദ്ദീഖ് തന്റെ കൂട്ടുകാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നജ്മയാണെങ്കിൽ രാവിലെ മുതൽ അവർക്ക് വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലും. രാവിലെ തുടങ്ങിയതാണ് ജോലി. ഇടയ്ക്കിടയ്ക്ക് അവൾ പുറത്തു വന്ന് നോക്കും. അവൾ മറ്റാരെയുമല്ല പ്രതീക്ഷിക്കുന്നത്, അവളുടെ ഇക്കാക്കയെ. രാവിലെ വരാമെന്ന് പറഞ്ഞതാണ്. 10 മണി കഴിഞ്ഞു, എന്നിട്ട് കാണുന്നില്ല. സലീമ ഇതൊന്നും അറിയുന്നില്ല. നല്ല ഉറക്കം. അപ്പോഴതാ കോളിംഗ് ബെൽ ശബ്ദിക്കുന്നു. ഇക്കക്കയായിരിക്കും. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് നിൽക്കുന്ന ആ രൂപം കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു. ഷമീർ! ഞെട്ടിത്തെറിച്ചു പോയ ആ മുഖം കണ്ട് പൊട്ടുന്ന കൽപ്പുമായി നിന്നവൾ നിശ്ചലം. ഹൃദയത്തിൽ 1000 അഗ്നിപർവ്വതം പൊട്ടി. ശരീരം തളർന്നു. വീഴാതിരിക്കാൻ അവൾ പടിയിൽ കടന്നു പിടിച്ചു. നിങ്ങൾ നിങ്ങൾ അതെ, ഞാൻ തന്നെ, ഷമീർ. എന്താ, വരികില്ലെന്ന് വിചാരിച്ചോ? എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് പറയണമെന്നറിയാതെ അവൾ സ്തംഭിച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ സിദ്ദീഖ് അവിടെ കടന്നു വന്നു. നജ്മ, ആരാണിത്? മറുപടിയില്ല. അവൾ വേച്ച് വേച്ചകത്തേക്ക് പോയി. നിങ്ങൾ ആരാണ്? എന്തു വേണം? എന്റെ പേര് ഷമീർ. ഞാൻ നജ്മയെ കാണാമെന്നതാണ്. നജ്മയുടെ ആരാണ് നിങ്ങൾ? ഞാൻ നജ്മയുടെ ഭർത്താവാണ്. എന്ത്? രാവിലെ മദ്യപിച്ചുകൊണ്ട് കയറി വന്നിരിക്കുന്നു. ഇറങ്ങണ പുറത്ത്, ഇറങ്ങാൻ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഡോക്ടർ, ബഹളം വയ്ക്കാതെ. ഞാൻ പറഞ്ഞ സത്യമാണ്. നജ്മയുടെ ഭാര്യയാണ്. 3 വർഷം മുമ്പ് ഞാൻ അവളെ വിവാഹം കഴിച്ചു. എന്താ സംശയമുണ്ടോ? ഇതാ രേഖകൾ. വിറയ്ക്കുന്ന കരങ്ങളോടെ ആ രേഖകൾ വാങ്ങി അത് വായിച്ചു. അഗ്നിസ്ഫുലിംഗങ്ങൾ പാറുന്ന ചിന്തയിൽ സാഗരമാലകളാർത്തിടുന്നു. വിഷം കറങ്ങുന്നു കൺമുൻപിൽ ഭീകര താണ്ഡവമാടുന്നു അക്ഷരങ്ങൾ.
ഹൃദയത്തിൽ കൊടുങ്കാറ്റാഞ്ഞു വീശി. അതിൽ ഓരോ വാചകങ്ങളും അദ്ദേഹത്തിന്റെ മുൻപിൽ പൈശാചിക നിർത്തി വയ്ക്കുന്നു. നജ്മ! അത് കേട്ട് സിംഹത്തിന്റെ മുൻപിൽ അകപ്പെട്ട മാൻപേടയെ പോലെ അവൾ ഭർത്താവിന്റെ മുൻപിലേക്ക് വന്നു. നജ്മ, ഈ നിൽക്കുന്ന മനുഷ്യനെ നീ അറിയുമോ? അറിയാം. അപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണോ? സത്യമാണ്. ദ്രോഹി, നീ എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? ഇല്ല, ഞാനങ്ങെ വഞ്ചിച്ചിട്ടില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ കണ്ടതിനേക്കാൾ കൂടുതലായി എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങടി പുറത്ത്, ഇറങ്ങാൻ. ഇല്ല, ഞാൻ പോകില്ല. അവൾ ആ കാൽക്കൽ വീണു, കെട്ടിപ്പിടിച്ച് കേടപേക്ഷിച്ചു. എന്നെ ഇറക്കി വിടരുതേ, എന്നെ പറഞ്ഞയക്കരുതേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും സലീമ മോൾ എഴുന്നേറ്റ് വന്നു. മോളെ, പൊന്നു മോളെ. അവൾ കുഞ്ഞിനെ വാരിയെടുത്തു. എടി, എന്റെ കുഞ്ഞിനെ നീ തൊട്ടുപോകരുത്. എന്റെ കുഞ്ഞിനോട് വയ്ക്ക്, എന്റെ കുഞ്ഞിനോട് നിർത്താൻ. ഇറങ്ങണി പുറത്ത്, ഇറങ്ങാൻ. ഇല്ല, ഞാൻ എന്റെ മോളെ തരില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല. നീ എന്റെ കുഞ്ഞിനെ തരില്ല അല്ലേ? എന്റെ കുഞ്ഞിനെ തരില്ല അല്ലേ? അയാൾ അവളുടെ മക്കളിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി ആ വാതിൽ കൊട്ടിയടച്ചു. ഡോക്ടർ, വാതിൽ തുറക്കൂ ഡോക്ടർ. എന്നെ കുഞ്ഞിനെ ഇറക്കി തരൂ ഡോക്ടർ. എന്നെ ഇറക്കി വിടരുതേ. ആരും പോലും ഇല്ലാത്തവളാണ് ഞാൻ. എന്റെ മോളെ ഇറക്കി തരൂ ഡോക്ടർ. പക്ഷേ അവൾ ഹൃദയം പൊട്ടിക്കരഞ്ഞിട്ടും ആ വാതിൽ തുറക്കപ്പെട്ടില്ല. ഷമീർ സാവധാനം അവളുടെ സമീപത്തേക്ക് നടന്നു ചെന്നു. നജ്മ, വരൂ. അവൻ അവളുടെ കൈ കടന്നു പിടിച്ചു. ദ്രോഹി, നീ എന്നെ തൊട്ടുപോകരുത്. എടി, ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്നോടൊപ്പം വരുന്നതാണ് നല്ലത്. വന്നാൽ ഇതിലും നല്ലൊരു ജീവിതം ഞാൻ നിനക്ക് തരും. ഷമീർ വീണ്ടും അവളുടെ കൈ കടന്നു പിടിച്ചു. സർവശക്തി ഉപയോഗിച്ച് അവളെ കൈ തട്ടിത്തെറിപ്പിച്ചു. ഒരു ഉന്മാതിരിയെ പോലെ പുറത്തേക്കോടി. ഷമീറും അവളെ പിന്തുടർന്നു. നജ്മ, അവിടെ നിൽക്ക്, അവിടെ നിൽക്കാൻ. പക്ഷേ അവളെ ശ്രദ്ധിക്കുന്നില്ല. അവൾ അതിവേഗം മുൻപോട്ടോടുകയാണ്. പടച്ചോനെ, എനിക്കൊരു വഴി കാണിച്ചു തരൂ. ഞാൻ എവിടെ വിളിക്കും? എനിക്കൊരു വഴി കാണിച്ചു തരൂ. ഊടുവഴികൾ പിന്നിട്ട് അവൾ വിജനമായ സ്ഥലത്തെത്തി. ചുറ്റും നോക്കി. ഞാൻ എവിടെ വിളിക്കും? അതാ പണിതീരാത്തൊരു വീട്. അവൾ അതിനുള്ളിലേക്ക് ഓടിക്കയറി. തൂണുകൾക്ക് പിന്നിൽ മറഞ്ഞു നിന്നു. നിമിഷ നേരം കൊണ്ട് ഷമീർ അവിടെ എത്തി. അവൻ ചുറ്റും നോക്കി. അവൾ എവിടെ ഒളിച്ചിരിക്കുന്നു? ഇല്ല, ഞാൻ അവളെ വിടില്ല. എവിടായാലും ഞാൻ കണ്ടുപിടിക്കും. അവനും ആ വീട്ടിനുള്ളിലേക്ക് കയറി. അവൾ വിറയ്ക്കാൻ തുടങ്ങി. അതാ അവൻ അടുത്തടുത്ത് വരുന്നു. തന്നെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോകും. അത് സംഭവിക്കാൻ പാടില്ല. എന്റെ റബ്ബേ, എനിക്കൊരു വഴി കാണിച്ചു തരൂ. അവളുടെ കണ്ണുകൾ 4 പാടും പരതി. പെട്ടെന്ന് ആ കണ്ണുകൾ ഒരു ഇരുമ്പ് തണ്ടിൽ പതിഞ്ഞു. അവൾ ആ ഇരുമ്പോടി കുനിഞ്ഞെടുത്തതും അവൻ അടുത്തെത്തിയതും ഒപ്പമായിരുന്നു. അവൾ ആ ഇരുമ്പോടി പൊക്കി അവന്റെ ശിരസിൽ ഞടിച്ചു. ശക്തിയായി എറിയേറ്റ് ശിരസ് പൊട്ടി. രക്തം 4 പാട് ഒഴുകി. അവൾ നോക്കി നിൽക്കെ ആ ദുഷ്ടൻ രക്തത്തിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചു. ആളുകൾ ഓടിയെത്തി. നിമിഷ നേരം കൊണ്ട് അവിടെ ഒരു മനുഷ്യ മഹാസാഗരമായി. അതാ പോലീസ് ജീപ്പ് പാഞ്ഞു വരുന്നു. പോലീസ് അവളെ അറസ്റ്റ് ചെയ്തു. ജീപ്പിലേക്ക് കയറ്റി. ആ ജീപ്പ് അതാ മുൻപോട്ട് നീങ്ങി. ഈ സമയം ഡോക്ടർ സിദ്ദീഖിന്റെ വീടിന് മുൻപിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അതാ ഇറങ്ങി വരുന്നു അൻവർ. ഒരു കൈയിൽ പലഹാരങ്ങളും മറുകൈയിൽ കളിപ്പാട്ടങ്ങളുമായി തന്റെ പെങ്ങളെ കാണാൻ, നജ്മയെ കാണാൻ. അവൻ ഗേറ്റ് കടന്ന് വാതുക്കലെത്തി. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. പക്ഷെ ആരെയും കാണുന്നില്ല. അവൻ ആ വാതിൽ മുട്ടി. നജ്മ, നജ്മ. നിമിഷങ്ങൾക്കകം ആ വാതിൽ തുറക്കപ്പെട്ടു. അതാ ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുന്നു ഡോക്ടർ സിദ്ദീഖ്. ഡോക്ടർ, എന്തുണ്ടായി? എന്റെ നജ്മ എവിടെ? അവൾ പോകേണ്ടത് തന്നെ പോയി. ഡോക്ടർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ നജ്മ എവിടെ പോയെന്നാണ്? ഒന്നും അറിഞ്ഞുകൂടല്ലേ? അഭിസാരികയെ പെങ്ങളെ
മറ്റൊരു തന്നെ തലയിൽ കെട്ടിവെച്ചിട്ട് തനിക്കൊന്നും അറിഞ്ഞുകൂടല്ലേ? ഡോക്ടർ, കൂടുതൽ സംസാരിക്കണമെന്നില്ല. നിങ്ങൾക്ക് പോകാം, കടന്നു പോകാൻ. ഇല്ല, ഞാൻ പോകില്ല. എനിക്കെന്റെ നജിബെ കാണണം, എന്റെ പെങ്ങളെ കാണണം. അയാൾ ഡോക്ടർ സിദ്ദീഖിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ഭാവിച്ചു. ഡോക്ടർ സർവശക്തി ഉപയോഗിച്ച് അയാളെ പുറത്തേക്ക് തള്ളി. അയാൾ കമിഴ്ന്നടിച്ച് തറയിൽ വീണു. കളിപ്പാട്ടങ്ങൾ വീണുടഞ്ഞു. പലഹാരങ്ങൾ 4 പാടും ചിതറി. അപ്പോഴാ ഓടിക്കിറച്ചുകൊണ്ട് വരുന്നു അവിടുത്തെ വേലക്കാരൻ. മോനെ, ഇവിടെ വന്ന ചെറുപ്പക്കാരനെ നജ്മ കൊന്നു. പോലീസ് അവൾ അറസ്റ്റ് ചെയ്തു. അത് കേട്ട് അൻവർ ഒരു ഭ്രാന്തനെ പോലെ പുറത്തേക്കോടി. നജ്മ, മോളെ നജ്മ. അയാളുടെ ലക്ഷ്യം പോലീസ് സ്റ്റേഷനാണ്. തന്റെ പെങ്ങളെ കാണണം, അവളെ രക്ഷിക്കണം. തെരുവീത്തിലൂടെ ഒരു ഭ്രാന്തനെ പോലെ മുൻപോട്ട് പോകുന്ന അയാളെ ജനങ്ങൾ കൗതുകത്തോടെ വീക്ഷിച്ചു. നജ്മ, മോളെ നജ്മ. ഇടത്ത് നെഞ്ചിനൊരു വേദന. അയാൾക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. നജ്മ, മോളെ നജ്മ, മോളെ നജ്മ. അയാൾ തലയിൽ തറന്നു വീണു. ആളുകൾ ഓടിയെത്തി അയാളെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ സ്വന്തം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ, തന്റെ കൊച്ചു പെങ്ങളെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ആ പാവം എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. നജിബയുടെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കോടതിയിലെത്തി. പ്രമാദമായ ആ കേസിന്റെ വിചാരണ ആരംഭിച്ചു. അവൾക്ക് വേണ്ടി വാദിക്കുവാനോ അവൾക്ക് വേണ്ടി സഹതപിക്കുവാനോ അവിടെ ആരുമുണ്ടായില്ല. പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ ആരോപണങ്ങളും അവൾ നിർവികാരയായി കേട്ടുനിന്നു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട, വിധിയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഹൃദയം പോലും മരവിച്ചു പോയവൾക്ക് കോടതി വിധിയിൽ യാതൊരു ഉത്കണ്ഠയുമില്ലായിരുന്നു. ഒടുവിൽ കോടതി അവൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഇതേ സമയം അഹമ്മദ് നഗറുള്ള സിദ്ദീഖിന്റെ ഭവനം ഇപ്പോൾ വിഷാദമുഖമാണ്. അവിടെ ആഹ്ലാദത്തിന്റെയും പൊട്ടിച്ചിരിയുടെയും നാദം കേൾക്കാറില്ല. ഡോക്ടർ സിദ്ദീഖ് ആളാകെ മാറിയിരിക്കുന്നു. ആശുപത്രിയിൽ പോകാറില്ല. പോയാൽ ആരോടും സംസാരിക്കാറുമില്ല. വല്ലപ്പോഴുമൊക്കെയാണ് അയാൾ വീട്ടിൽ വരുന്നത്, അതും കുടിച്ച് ലക്കില്ലാതെ. അൻഷാദ് പല പ്രാവശ്യം ഉപദേശിച്ചു നോക്കി, പക്ഷെ യാതൊരു പ്രയോജനവുമില്ല. എല്ലാറ്റിനോടും അയാൾക്ക് കടുത്ത പകയും പ്രതികാരവുമാണ്. സലിമ മോളെ കാണുന്ന പോലും അയാൾക്ക് ഇഷ്ടമല്ല. ഇന്ന് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അൻഷാദ്. തന്റെ ജ്യേഷ്ഠന്റെ ക്രൂരമായ പെരുമാറ്റം കാണുമ്പോൾ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ആ കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി താരാട്ടുപാടി ഉറക്കും. ആ പാട്ട് നിർത്തൂ. അത് കേട്ടാൽ എനിക്ക് പ്രാന്തളതും. ആ പാട്ട് നിർത്താൻ. ഇക്ക, എന്തിനാണ് ഇങ്ങനെ നശിക്കുന്നത്? എടാ, ഞാൻ കുടിക്കുന്ന നശിക്കാനല്ല, ജീവിക്കാനാണ്. നിനക്കറിയില്ലേ, എന്റെ അന്തസ്, എന്റെ അഭിമാനം, എന്റെ ജീവിതം എല്ലാം അവൾ തകർത്തില്ലേ ആ ദ്രോഹി. ഞാൻ കുടിക്കും, കുടിച്ചു കുടിച്ചു മരിക്കും. അയാൾ കിതയ്ക്കുന്നു. വേച്ച് വെച്ച് പുറത്തേക്കിറങ്ങി. അയാൾ നേരെ പോയത് മദ്യശാലയിലേക്കാണ്. കടക്കിലേറെ മദ്യപിച്ചു. അവിടെ കിടന്ന് ബഹളമുണ്ടാക്കി. അവിടുത്തെ ഗ്ലാസും കുപ്പിയെല്ലാം തല്ലിയുടച്ചു. ബഹളം മൂത്തപ്പോൾ അൻഷാദിന് ഫോൺ ചെയ്തു. അൻഷാദ് ഞൊടിയുടെ കൊണ്ട് അവിടെ എത്തി. ജ്യേഷ്ഠനെ ബലമായി പിടിച്ച് വീട്ടിലെത്തിച്ചു. അടുത്ത ദിവസം നേരം പുലർന്നു. അയാൾ രാവിലെ പോയത് ബാറിലേക്കാണ്. മദ്യപിച്ചു. ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് തന്റെ മോളെക്കുറിച്ച് അയാൾ ആദ്യമായി ചിന്തിച്ചു. എന്റെ കുഞ്ഞ്, അവൾ എന്ത് തെറ്റ് ചെയ്തു? അവളോട് എത്ര ക്രൂരമായിട്ടാണ് ഞാൻ പെരുമാറുന്നത്? ഇല്ല, പടച്ചോൻ പോലും എനിക്ക് മാപ്പ് തരില്ല. ഇന്നെന്റെ മോളെ കാണണം,
അവൾ വാരിയെടുക്കണം, ആ കവളിൽ ഉമ്മ വയ്ക്കണം. ഓ മനപ്പൂമുത്തിൻ ചാരുത പൂമുഖം ഓർമ്മയിൽ മിന്നിത്തെളിഞ്ഞിടുന്നു. ഓടിയണഞ്ഞോമൽ പുത്രിയെ പുൽകുവാൻ, ഓടിയണഞ്ഞോമൽ പുത്രിയെ പുൽകുവാൻ, പൂമുത്തം നൽകുവാൻ ആശിച്ചയാ. പുത്രിയെ പുൽകാനുള്ള ആവേശം വർദ്ധിച്ചപ്പോൾ അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ആ കാർ അതിവേഗം മുൻപോട്ട് പായുകയാണ്. സന്ധ്യയൊഴുത്ത സമയം, തിരക്ക് പിടിച്ച ദൈവീഥികൾ. അയാൾ തന്റെ മുഴുവൻ ശ്രദ്ധയും റോഡിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. കൈ സ്റ്റിയറിംഗിൽ ഉറയ്ക്കുന്നില്ല. അയാൾ മുംബൈ പോയ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. അപ്പോഴതാ എതിരെ ലോറി ചീറിപ്പാഞ്ഞു വരുന്നു. അയാൾ സൈഡ് കൊടുക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ ലോറി കാറിനെ തട്ടിത്തെറിപ്പിച്ചു. അടുത്തുള്ള താഴ്ചയിലേക്ക് മറിഞ്ഞു. ആളുകൾ ഓടിയെത്തി. അയാൾ ആശുപത്രിയിൽ എത്തിച്ചു. വിവരമറിഞ്ഞ് അൻഷാദ് എത്തി. അപ്പോഴിതാ ദേഹമാസകലം ബാൻഡേജിൽ പൊതിഞ്ഞ് അതാ കിടക്കുന്നു തന്റെ ഇക്കാക്ക. ഇക്ക ഇക്ക. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ അയാൾ തന്റെ ജ്യേഷ്ഠന്റെ കിടക്കക്കരികിലിരുന്നു. സമയമിഴഞ്ഞു നീങ്ങി. സിദ്ദിഖ് ഞെരുങ്ങുന്നു. അതാ തന്റെ ഇക്കട ബോധം തെളിഞ്ഞു. തന്റെ ഇക്കട ബോധം തെളിഞ്ഞു. ഇക്ക കണ്ണു തുറക്കൂ. ആ കണ്ണുകൾ മെല്ലെ തുറന്നു. അൻഷാദ്, എന്റെ മോളെവിടെ? അവൾ വീട്ടിലുണ്ട്. അൻഷാദ്, എന്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അവളുടെ ഉമ്മ ആരാണെന്നോ അവളുടെ ബാപ്പ ആരാണെന്നോ അവൾ അറിയരുത്. അവളെ സ്വന്തം മോളെപ്പോലെ വളർത്തണം. ഇക്ക, എന്താണ് ഇക്ക ഇത്? സലീമ മോൾ എന്റെ മോളാണ്, എന്റെ സ്വന്തം മകളാണ്. എനിക്ക് ആശ്വാസമായി, എനിക്ക് സന്തോഷമായി, എനിക്ക് സമാധാനമായി. അതാ അയാൾ വേദന കൊണ്ട് ജരുങ്ങുന്നു. ഇക്ക, എന്താണ് ഇക്ക ഇത്? ഡോക്ടർ വിളിക്കട്ടെ. അവൻ പുറത്തേക്കോടി. ഡോക്ടർ സിദ്ദീഖിന്റെ നെഞ്ച് ക്രമാതീതമായി ഉയരാനും താഴാനും തുടങ്ങി. നിമിഷങ്ങൾക്കകം ഡോക്ടർമാരുടെ ഒരു സംഘം പാഞ്ഞെത്തി. വേണ്ട ശുശ്രൂഷകൾ ചെയ്തു. പക്ഷേ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു. ഡോക്ടർ സിദ്ദീഖിന്റെ നിശ്വാസങ്ങൾ എന്നേക്കുമായി നിലച്ചു. തന്റെ ജ്യേഷ്ഠന്റെ അന്ത്യാഭിലാഷം നിറവേറ്റുന്നതിനു വേണ്ടി അൻഷാദ് ആ പട്ടണം വിടാൻ തീരുമാനിച്ചു. മീററ്റിലേക്ക് സ്ഥലമാറ്റം വാങ്ങി. അവിടുള്ള വീട് സ്ഥലവും വിറ്റു. മീററ്റിൽ കമ്പനിയോട് ചേർന്ന് ഒരു വീട് സ്ഥലവും വിലയ്ക്ക് വാങ്ങി. സലീമോളോടൊത്ത് അവിടെ താമസം ആരംഭിച്ചു. സംഭവബഹുലമായ 5 വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ സലീമോൾക്ക് 7 വയസ്സ് പ്രായമായി. അവൾ നഗരത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ്. ചുണയും ചുറുചുറുക്കുള്ള ഒരു കൊച്ചു സുന്ദരി. ദിവസവും രാവിലെയും വൈകുന്നേരവും അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും കൂട്ടിക്കൊണ്ടുവരുന്നതും അവളുടെ ഡാഡിയാണ്, അൻഷാദ്. അന്നും ഡാഡിയുടെ കൈക്ക് പിടിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് അവൾ ക്ലാസ്സിലെത്തി. ക്ലാസ് തുടങ്ങാൻ സമയമായി. അതാ വരുന്നു ഒരു പുതിയ ടീച്ചർ. കുട്ടികൾ പരസ്പരം നോക്കി. ഇതാരാ? ഇന്നലെ വരെ വേറെ ടീച്ചറായിരുന്നല്ലോ. ടീച്ചർ ക്ലാസ്സിനകത്തേക്ക് കടന്നു വന്നു. എന്താ എല്ലാവരും അത്ഭുതത്തോട് നോക്കുന്നത്? ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? എന്റെ പേര് സുലേഖ. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറയൂ. ഓരോരുത്തരും പേര് പറയാൻ തുടങ്ങി. സലീമ മോളുടെ ഊഴം വന്നപ്പോൾ അവൾ ഭവ്യതയോടെ എഴുന്നേറ്റു. പ്ലീസ് ടെൽ മീ, വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് സലീമ മോൾ. ഗുഡ്. അവൾ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എവിടെ വെച്ച് കണ്ടുള്ള പരിചയം? അതെ, തന്റെ കൂട്ടുകാരി നജ്മയുടെ തനി പകർപ്പ്. അതേ മൂക്ക്, അതേ കണ്ണ്, ചുരുണ്ട തലമുടി, എല്ലാം നജ്മയുടെ പോലെ തന്നെ. ഒരുപക്ഷെ അവളുടെ മോളായിരിക്കുമോ? ഏയ്, ആകാൻ സാധ്യതയില്ല. തന്റെ കൂട്ടുകാരിയെ കുറിച്ച് ഓർത്തപ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ, ടീച്ചർ കരയുന്നോ? അല്ല മോളെ, ടീച്ചർ കരയല്ല. സമയം ഉച്ചയായി. ഭക്ഷണം കഴിക്കുന്നതിന് ക്ലാസ് വിട്ടു. കുട്ടികൾ ഓരോരുത്തരും
ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് ഉമ്മമാർ വാരിക്കൊടുക്കുന്നു. ഇതെല്ലാം നോക്കിക്കണ്ട് ആ വൃക്ഷച്ചുവട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. സലീമ മോൾ. അവളുടെ മുൻപിൽ പാത്രമുണ്ട്. പക്ഷേ വാരിക്കൊടുക്കാൻ ഉമ്മയില്ല. ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവൾ അറിയാതെ ആഗ്രഹിച്ചുപോയി, എനിക്ക് ഉമ്മയുണ്ടായിരുന്നെങ്കിൽ. പൂമുത്തം നൽകാൻ പൊന്നാരം ചൊല്ലാൻ പൂമാറിൽ ചേർന്ന് മയങ്ങാൻ എത്രയോ കൊതിച്ചിരും ഹൃദയം എന്നെന്നും കണ്ണീരു മാത്രം. സലിമ മോളെ, ആഹാരം വെച്ചോണ്ട് സ്വപ്നം കാണുകയാണോ? അവൾ തിരിഞ്ഞു നോക്കി. സുലേഖ ടീച്ചർ. അല്ല, മോളെന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ടീച്ചർ. ഇല്ല, എന്താ ഉണ്ട്? ടീച്ചറോട് പറയില്ലേ? ടീച്ചർ, ഞാൻ എന്റെ ഉമ്മയെ കുറിച്ച് ഓർത്തു പോയതാ. മോളുടെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ മരിച്ചുപോയി ടീച്ചർ. അത് കേട്ടപ്പോൾ അവൾ സ്തംഭിച്ചു നിന്നുപോയി. താനത് ചോദിക്കണ്ടായിരുന്നു. ആ കുരുന്ന ഹൃദയത്തെ വേദനിപ്പിക്കണ്ടായിരുന്നു. മോളെ, വരൂ, നമുക്ക് ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അവർ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ടീച്ചേഴ്സ് റൂമിലേക്ക് പോയി. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു ഉമ്മയുടെ വികാര വായ്പോടെ ആ കുഞ്ഞിന് അവൾ ഭക്ഷണം വാരിക്കൊടുത്തു. അവൾ ഡാഡിയെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒരുപാട് കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. അടുത്ത ദിവസം സലീമ മോൾ ക്ലാസ്സിലെത്തിയത് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ്. ടീച്ചർ, ഒരു സന്തോഷ വാർത്ത. എന്റെ ഡാഡി ടീച്ചറിനെ കാണാൻ പുറത്ത് കാത്തിരിക്കുന്നു. മോളുടെ ഡാഡിയോ? അതെ ടീച്ചർ. ടീച്ചർ പുറത്തേക്ക് വന്നു. അത് നിൽക്കുന്നു സുമുഖനായ ചെറുപ്പക്കാരൻ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സലീമ മോൾക്ക് വീട്ടിൽ വന്നാൽ ടീച്ചറെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. പക്ഷേ ഇതുവരെ ഒന്നും സംസാരിക്കാനോ പരിചയപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ വന്നത് ടീച്ചറിനെ നാളെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ്. നാളെ സലീമ മോളുടെ ബർത്ത്ഡേ ആണ്. ടീച്ചർ വരണം. ഓഹോ, സലീമ മോളുടെ ബർത്ത്ഡേയോ? തീർച്ചയായും വരും. ഐ ഷുഡ് ബി ദെയർ. ഓക്കെ. അയാൾ നടന്നകന്നു. അടുത്ത പ്രഭാതമായി. അൻഷാദിന്റെ വീട്ടിൽ ആഹ്ലാദമലയടിച്ചു. മംഗളം പാടി ആമോദമായി വിടർന്നല്ലോ പൊൻപിറന്നാൾ. ആനന്ദമായി ആശംസയോതി കൺമണി പൂമ്പിറന്നാൾ. കൺമണി പൂമ്പിറന്നാൾ. പിറന്നാൾ ആഘോഷിക്കാൻ അതാ വരുന്നു അൻഷാദിന്റെ കൂട്ടുകാർ. എന്നാൽ അൻഷാദിന്റെ കണ്ണുകൾ തിരയുന്നത് മറ്റൊരു കൂട്ടുകാരിയാണ്, സുലേഖ ടീച്ചറെ. സലീമ മോളും അന്വേഷിക്കുന്നത് ആ വിശിഷ്ട അതിഥിയെ തന്നെയാണ്. ഡാഡി, ടീച്ചറിനെ കാണുന്നില്ലല്ലോ. ഇനി ടീച്ചർ വരില്ലേ? ഇല്ല, ടീച്ചർ വരാതിരിക്കില്ല. ആ, അതാ വന്നു ടീച്ചർ. ടീച്ചർ. അവൾ ഓടിയെടുത്തു. കുഞ്ഞിനെ കണ്ടപ്പോൾ വാരിയെടുത്തു. കൊണ്ടുവന്ന സമ്മാനം കുഞ്ഞിനെ ഏൽപ്പിച്ചു. അന്ന് സലീമ മോൾക്ക് ഒരു സന്തോഷ ദിനമായിരുന്നു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പോകാൻ സുലേഖ ടീച്ചർ മനസ്സ് വന്നില്ല. മറുഭാഗത്ത് അതേ വികാരത്തിൽ തന്നെ നിൽക്കുന്നു അൻഷാദ്. സുലേഖയെ എന്നെന്നും ആ വീട്ടിൽ താമസിപ്പിക്കാനാണ് അവന്റെ മോഹം. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ച രഹസ്യം അവൻ തുറന്നു പറഞ്ഞു. ടീച്ചർ, വിവാഹം എനിക്ക് വിലക്കപ്പെട്ടതായിട്ടാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇപ്പോൾ അത് ആവശ്യമാണെന്ന് തോന്നുന്നു. സലീമ മോൾക്ക് അവളെ സ്നേഹിക്കാനും പരിചരിക്കാനും കഴിവുള്ള ഒരു ഉമ്മയാണ് ആവശ്യം. അവളുടെ ഉമ്മയായി, എന്റെ ഭാര്യയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ടീച്ചർ ഒരുക്കമാണോ? അത് കേട്ടപ്പോൾ അവൾ നിശ്ചേഷ്ടയായി. താൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ, താൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. അൻഷാദ്, ഞാൻ എങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? ഉമ്മയോട് ചോദിക്കാതെ? ഉമ്മയോട് ഞാൻ ചോദിച്ചുകൊള്ളാം. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. സുലേഖ അവിടെ ഒന്ന് വിറകി നടന്നു. ഇപ്പോൾ അങ്ങോട്ട് പോയ വികാരത്തിലല്ല സുലേഖ ടീച്ചർ ഇങ്ങോട്ട് വരുന്നത്. അവളുടെ മനസ്സിൽ പുതിയൊരു വികാരം, പുതിയൊരു ചിന്ത.
ആ മനസ്സിനെ കുളിരണിയിച്ചു. ഓമൽക്കിനാവിന്റെ പൂഞ്ചിറകിൽ പാറിപ്പറന്നുയർന്നു മാനസങ്ങൾ. ഓമൽക്കിനാവിന്റെ പൂഞ്ചിറകിൽ പാടിപ്പറന്നുയർന്നു മാനസങ്ങൾ. കനവിൽ പുളക പൂമഴ പെയ്തു, കനകനിലാവൊളി പൂത്തുവിടർന്നു, കരളുകളിൽ പുതുരാഗമുണർന്നു, രാഗമുണർന്നു. അന്ന് സത്യം പറഞ്ഞാൽ അൻഷാദ് ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് കുളിച്ച് റെഡിയായി. സുലേഖയുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴതാ കതകിൽ ആരും മുട്ടുന്നു. അയാൾ വേഗം ചെന്ന് വാതിൽ തുറന്നു. അതാ പ്രാകൃതിയായ സ്ത്രീ പുറത്തു നിൽക്കുന്നു. പാറിപ്പറന്ന തലമുടി, കുഴിഞ്ഞു താണ കടികൾ, ഒട്ടിയ കവിൾ, കയ്യിലൊരു ഭാണ്ഡം. നിങ്ങൾ ആരാണ്? എന്തു വേണം? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നജ്മ. ശിരസിൽ പ്രഹരമേറ്റതുപോലെ അയാൾ സ്തംഭിച്ചുപോയി. നിങ്ങൾ നിങ്ങൾ അതെ, കോടതി എന്നെ വിട്ടയച്ചു. അവൾ ആ കെട്ടിൽ നിന്നും ഒരു കടലാസ് തുണ്ട് അവന്റെ നേരെ നീട്ടി. അവനത് വായിച്ചു. അനാരോഗ്യപരമായ കാരണങ്ങളാൽ ശിക്ഷ ഇളവ് ചെയ്ത് കോടതി വിട്ടയച്ചിരിക്കുന്നു. അവന്റെ മനസ്സിൽ കൊടുങ്കാറ്റാഞ്ഞു വീശി. ആയിരം ഭയാശങ്കകൾ തിരമാലകൾ പോലെ ഉയർന്നു. എന്തു ഭരണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ നിശ്ചേഷ്ടയെ നിൽക്കുകയാണ്. അൻഷാദ്, എന്റെ കുഞ്ഞിവിടെ. ഞാൻ അവളെ തേടിയാണ് വന്നത്. എന്റെ മോളെ എനിക്ക് തരൂ അൻഷാദ്. എന്റെ കുഞ്ഞിനെ എനിക്ക് തരൂ അൻഷാദ്. ഇല്ല, സലീമ മോൾ നിങ്ങളുടെ മോളല്ല, എന്റെ മകളാണ്. അവളുടെ ഉമ്മ ആരാണെന്നോ അവളുടെ ബാപ്പ ആരാണെന്നോ അവൾക്കറിയില്ല. അവളുടെ ഉമ്മ ഒരു കൊലപാതകയാണെന്നറിഞ്ഞാൽ, അവളുടെ ബാപ്പയുടെ മരണത്തിന് കാരണക്കാരി നിങ്ങളാണെന്നറിഞ്ഞാൽ അവൾ നിങ്ങളെ സ്നേഹിക്കുമോ? അൻഷാദ്, അതെ, നിങ്ങൾ എന്റെ ജ്യേഷ്ഠനെ നശിപ്പിച്ചു, ഞങ്ങളുടെ കുടുംബം തകർത്തു, എല്ലാം തട്ടിത്തെറിപ്പിച്ചു. ഇനി ഞാൻ അപേക്ഷിക്കുകയാണ്, സലീമ മോളെങ്കിലും ഉപദ്രവിക്കരുത്, അവളെങ്കിലും നശിപ്പിക്കരുത്. ദയവായി പോകൂ, പോകൂ. ആ വാക്കുകൾ അഗ്നിശരങ്ങൾ പോലെ അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഇല്ല, എന്റെ മോളെ ഞാൻ നശിപ്പിക്കില്ല, അവളെ ഞാൻ ഉപദ്രവിക്കില്ല. ഞാൻ പാപിയാണ്, ശപിക്കപ്പെട്ടവളാണ്, നിർഭാഗ്യവതിയാണ്, കൊലയാളിയാണ്. ഇല്ല അൻഷാദ്, എന്റെ മോളെ ഞാൻ ഉപദ്രവിക്കില്ല. പക്ഷേ അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ മോളെ ഒന്ന് കാണാൻ അനുവദിക്കൂ അൻഷാദ്. ശരി, മോളെ കണ്ടോളൂ. അവൾ നല്ല ഉറക്കത്തിലാണ്, ഉണർത്തരുത്. അയാൾ അവളെയും കൂട്ടിക്കൊണ്ട് സലീമ മോളുടെ മുറിയിലേക്ക് ചെന്നു. അതാ തന്റെ പൊന്നുമോൾ കട്ടിൽ കിടന്നുറങ്ങുന്നു. മോളെ, പൊന്നുമോളെ, താൻ നൊന്തു പ്രസവിച്ച തന്റെ അരുമമോൾ, തന്റെ പുന്നാരമോൾ. അവളെ ഒന്ന് വാരിയെടുക്കാൻ, ആ കവിളിൽ ഉമ്മ വയ്ക്കാൻ ആ മാതൃഹൃദയം കൊതിച്ചു. പക്ഷേ അവൾ നിസ്സഹായാണ്. തന്റെ മോൾ എത്ര വലുതായിരിക്കുന്നു, എത്ര സുന്ദരിയാണവൾ. മോളെ, ഈ ഉമ്മയ്ക്ക് മാപ്പ് തരൂ മോളെ, ഈ ഉമ്മയ്ക്ക് മാപ്പ് തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. ആ കണ്ണിൽ നിന്നും കണ്ണീർ കണങ്ങൾ കുഞ്ഞിക്കവളിൽ പതിച്ചു. മോളെ, ഉമ്മ പോകുന്നു മോളെ. ഇനി ഒരിക്കലും നിന്നെ കാണാൻ ഉമ്മ ഈ പടിക്കലേക്ക് വരില്ല. ഉമ്മ പോകുന്നു മോളെ. നിൽക്കൂ, ഇതാ, ഇതുകൂടി കൊണ്ടുപോകൂ. 10,000 രൂപയുടെ ചെക്കാണ്. ഇത് കൊണ്ടുപോയി നിങ്ങൾ സുഖമായി ജീവിക്കൂ. അവൾ ആ ചെക്കിലേക്കും അൻഷാദിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. അൻഷാദ്,
ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ പൊന്നുമോളുടെ വിലയാണോ ഈ 10,000 രൂപ? അതോ അവളെ കാണാതിരിക്കാനുള്ള പാരിതോഷികമോ? എനിക്കെന്തിനാണ് അനുഷാന്റെ പണം? എല്ലാം നശിച്ചവളാണ് ഞാൻ, എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. എനിക്കിത് വേണ്ട. ഇനി ഒരിക്കലും എന്റെ മോളെ കാണാൻ ഞാൻ ഈ വീട്ടുപടിക്കിലേക്ക് വരില്ല. ഞാൻ പോകുന്നു മോളെ. ഉമ്മ പോട്ട് മോളെ. അവൾ വേച്ച് വെച്ച് നടന്നകന്നു. ശക്തിയായ ചുമ അവൾ ആ ഗേറ്റിൽ കിടന്നു പിടിച്ചു. ശ്വാസം കിട്ടിയപ്പോൾ അവസാനമായി ആ വീടിനെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. ഉമ്മ പോകുന്നു മോളെ. അവൾ നടന്നകലും നോക്കി അസ്വസ്ഥതയോടെ നിൽക്കുകയാണ് അൻഷാദ്. അയാൾ വാച്ചിൽ നോക്കി. ഓ, സമയേറെയായി. ഇപ്പോൾ സുലേഖ ഉമ്മയും കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. അയാൾ പെട്ടെന്ന് അവിടെ എത്തി. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. മോളെ, അൻഷാദിന് ചായ കൊടുക്ക്. സുലേഖ ഉമ്മയോടൊപ്പം അടുക്കളയിലേക്ക് പോയി. അയാൾ ആ മുറിയിലെ അലങ്കാര വസ്തുക്കൾ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ഒരു ഫോട്ടോ വെച്ചും തറച്ചു. സുലേഖ! സുലേഖ ഓടിയെത്തി. ദാ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ, അത് എന്റെ കൂട്ടുകാരിയാണ്, നജ്മ. പറയൂ, എനിക്കവരെ കുറിച്ച് അറിയണം. അൻഷാദ് പഠിക്കുന്ന കാലത്തെ എന്റെ കൂട്ടുകാരിയായിരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവളായിരുന്നു എന്റെ നജ്മ. എന്നാൽ ഇന്നവൾ ജയിലിലാണ്, ഷമീർ എന്ന ചെറുപ്പക്കാരനെ കൊന്ന കുറ്റത്തിന്. ഈ ലോകം അവളോട് ക്രൂരമായി പെരുമാറി, കുറ്റവാളിയാക്കി ജയിലടച്ചു. പറയൂ, അവരെ കുറിച്ച് എനിക്ക് എല്ലാം അറിയണം. പറയാം, ഞാനെല്ലാം പറയാം, ഞാനെല്ലാം പറയാം. അവൾ കഥകൾ ഓരോന്നായി പറയാൻ തുടങ്ങി. അവരുടെ കൊച്ചു ഗ്രാമം, കോളേജ് ജീവിതം, ഷമീറുമായുള്ള വിവാഹം, അയാളുടെ വഞ്ചന, സിദ്ദീഖുമായുള്ള നിക്കാഹ്, എല്ലാം അവൾ പറഞ്ഞു കേൾപ്പിച്ചു. സത്യത്തിന്റെ മുഖം കണ്ട് അയാൾ ഞെട്ടിത്തെറിച്ചു. അടുത്ത നിമിഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അൻഷാദ്, എന്താണ് കരയുന്നത്? സുലേഖ, ഈ ഫോട്ടോയിൽ നിൽക്കുന്ന സ്ത്രീ ആരാണെന്നറിയാമോ? എന്റെ ജ്യേഷ്ഠത്തിയാണ്, എന്റെ ഇക്കടെ ഭാര്യ, ഡോക്ടർ സിദ്ദീഖിന്റെ ഭാര്യ സലീമ മോൾ അവരുടെ കുഞ്ഞാണ്. എന്റെ ജ്യേഷ്ഠന്റെ അന്ത്യാഭിലാഷ പ്രകാരം എന്റെ മകളായി ഞാൻ വളർത്തുകയാണ്. ഇന്ന് രാവിലെ അവർ വീട്ടിൽ വന്നിരുന്നു. താൻ നൊന്തു പ്രസവിച്ച കുഞ്ഞിനു വേണ്ടി എന്റെ കാൽക്കൽ വീണവർ കേടപേക്ഷിച്ചു. പക്ഷേ ഞാനവരെ നിഷ്കരണമാറ്റി പുറത്താക്കി. ഇല്ല, പടച്ചോൻ പോലും എനിക്ക് മാപ്പ് തരില്ല, എനിക്ക് മാപ്പ് തരില്ല. അൻഷാദ്, കരയാതിരിക്കൂ. അവൾ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം. വരൂ അൻഷാദ്, അവസാന നിമിഷമെങ്കിലും അവൾ തന്റെ കുഞ്ഞിനോടൊത്ത് ജീവിക്കട്ടെ. വരൂ അൻഷാദ്. അവർ കാറിൽ കയറി യാത്രയായി. ആ പട്ടണത്തിന്റെ മുക്കിലും മൂലയിലും അന്വേഷിച്ചു, കണ്ടുകിട്ടിയില്ല. ബസ് സ്റ്റാൻഡിലും നാൽക്കവലകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അന്വേഷിച്ചു. ഒടുവിൽ അവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. സന്ധ്യയുടെ അടുത്ത സമയത്ത് അവർ വീട്ടിലെത്തിച്ചേർന്നു. അപ്പോഴാ ഫോൺ വിളി ശബ്ദിക്കുന്നു. അവൻ റിസീവർ കയ്യിലെടുത്തു. ഹലോ, അതെ, എന്താ? അയാളുടെ കയ്യിൽ നിന്നും റിസീവർ താഴെ വീണു. എന്താണ് ഉണ്ടായത്? നജ്മ ആത്മഹത്യ ചെയ്തു. ജഡം റെയിൽവേ പാളത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. അവൾ ബോധമറ്റ് നിലം പതിച്ചു. അപ്പോഴും അൻഷാദിന്റെ ഹൃദയത്തിൽ തന്റെ കുഞ്ഞിനു വേണ്ടി കേണപേക്ഷിക്കുന്ന ആ ഉമ്മയുടെ രൂപം നിറഞ്ഞു നിൽക്കുകയാണ്. മോളെ, പൊന്നുമോളെ, സലീമ മോളെ. അൻഷാദ്, എന്റെ മോളെ എനിക്ക് തരൂ അൻഷാദ്,
എന്റെ കുഞ്ഞിനെനിക്ക് തരുവാൻ